ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ ചായക്കടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചായക്കടി ഉണ്ടാക്കും? ഇന്നലെ ആണെങ്കിൽ പച്ചരി വെള്ളത്തിലിട്ടില്ല. ഒരുപാട് കൂട്ടുകാർ സംശയമാണ് ദോശ ഉണ്ടാക്കുമ്പോൾ, അതായത് അപ്പം ഉണ്ടാക്കുമ്പോൾ പച്ചരി മാത്രം വെള്ളത്തിലിട്ടാൽ മതിയോ അതോ ഉഴുന്ന് കൂടെ ഇടണമെന്ന്? ഉഴുന്ന് ഇടൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ ദോശ ഉണ്ടാക്കണത് അപ്പെന്ന് ചില സ്ഥലത്തൊക്കെ പറയും, പക്ഷേ ഞങ്ങൾ ദോശ എന്നിട്ട് അതിന് പറയാം. പച്ചരി മാത്രം അരച്ചെടുക്കുക. പിന്നെ അരച്ചതിന് ശേഷം മാവ് വെള്ളം നീട്ടി പാകമാക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടാണ്ട് ചട്ടിയിൽ ഓയിൽ പുരട്ടാണ്ട് കേട്ടോ അപ്പം ചുട്ടെടുക്കുക. ഞങ്ങൾ ദോശ എന്ന് തന്നെ പറയൽ കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ കൂട്ടാനൊക്കെ ഇഷ്ടമാവുമല്ലോ നിനക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്കുള്ളതൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തീൻ്റെ ചട്ടി ഉണ്ടല്ലോ, അത് മെല്ലെ ഒന്ന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് വിണ്ടിട്ടുണ്ട്. എന്തായാലും ആ ചട്ടി നല്ലോണം അങ്ങോട്ട് പൊട്ടി കേട് വരാതെ ഒഴിവാക്കൂല എന്നുള്ള സത്യപ്രതിജ്ഞ എടുത്താണ്ടാണ് ഈ നിൽക്കുന്നത്. എന്തായാലും ഞാൻ ചപ്പാത്തിക്കുള്ള പരിപാടി തുടങ്ങുമ്പോഴത്തേനും കറിക്ക് ഇവിടെ നന്നാക്കി എടുക്കട്ടെ പറഞ്ഞാണ്ട് കറി എന്താ ഉണ്ടാക്കാമെന്ന് കുറച്ച് നേരം ആലോചിച്ചെങ്കിലും ഉള്ളിയും കിഴങ്ങും ഇട്ടാണ്ട് ഒരു കുഞ്ഞു മസാലക്കറി ഉണ്ടാക്കാമെന്നും കരുതിട്ടോ. മസാലക്കറി ആകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കടലയോ ചെറുപ്പയറോ ഗ്രീൻ പീസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം. അങ്ങനെ ഇതാക്കണത് ഞാൻ മസാലക്കറി ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിക്ക് പരത്തിയത് ചെറുതായിട്ടാട്ടോ ഞാൻ പരത്തിയത്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഓയിൽ കണ്ടു കേട്ടോ. ഞാൻ കുപ്പിയിൽ കുറച്ചധികം ഓയിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതി, അല്ല ഈ ചപ്പാത്തി ഒന്ന് മാറ്റി പിടിച്ചാണ്ട് എണ്ണയിൽ ചുട്ടെടുത്താലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. എന്തായാലും തീരുമാനം ആദ്യം കറിക്കടപ്പത്ത് വെക്കട്ടെ, എന്നിട്ട് എന്താ ചെയ്യണ്ടേന്ന് ആലോചിക്കാമെന്നും കരുതി. ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞേന്നല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി അന്വേഷിക്കുകയാണ്. ആ ഒരു അന്വേഷണത്തിൽ നമുക്ക് ഇതുവരെ ഒരു മറുപടി ആരും തന്നിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സൂര്യമോൾ അംഗൻവാടിക്ക് ആക്കാതെ എനിക്കൊരു പണിക്കും പോകാൻ കഴിയൂലെന്ന്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വേണം മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കാനും. അതേപോലെ ഇനിയിപ്പോൾ ആ ഒരു നേരം ആകുമ്പോൾക്ക് പോകണില്ല. ഇനിയിപ്പോൾ സൂര്യമോളായാലും 10 മണിക്കോളം അംഗൻവാടിക്ക് കൊണ്ടാക്കും. ആ ഒരു നേരത്തെ തന്നെ ഓൾ അവിടെ കൊണ്ടാക്കാൻ ആരെങ്കിലും വേണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പണിക്ക് പോകണതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇന്നെ ആരും നിർബന്ധിച്ച് പണിക്ക് പറഞ്ഞയക്കല്ലോ കേട്ടോ. എനിക്കൊരാഗ്രഹം പോകണം എന്നൊക്കെ. അങ്ങനെ ഞാൻ കുറേ വീട്ടു ജോലികൾ അന്വേഷിച്ചിട്ടു, അതായത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ ആ പണി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ 2-3-4 പേരോണ്ട് അന്വേഷിച്ച് നോക്കി. പക്ഷേ ആരും ഇതുവരെ വിളിച്ചാണ്ട് ഇവിടെ ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ പണിക്ക് പോവാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീട് പണി ഇപ്പം അങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് ഒന്നര പോട്ടെ എന്ന് ഞാൻ മനസ്സിൽ കരുതിയെന്നു കേട്ടോ. പിന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തായാലും പൈസ വേണം. ഒരാളെ കൊണ്ട് എന്തായാലും നമ്മളെ വീടും കൂടി നോക്കാൻ കഴിയൂല. അല്ല വെച്ചാൽ അതിന് തക്കതായ നല്ല വരുമാനം കിട്ടുന്ന പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും അവനാൻ പണിക്ക് പോയി അവനാൻ്റെ കയ്യിലൊരു 10 റുപ്യ കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടലില്ലേ എന്നൊക്കെ ചോദിച്ചു. കിട്ടായ്മ ഒന്നുമില്ല കേട്ടോ, യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടലുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് കുറച്ച് കാലം തന്നെ ആയി. അതെന്താ വെച്ചാൽ ഞാൻ വീഡിയോ ഇടാൻ ഒരുപാട് വൈകിയ സമയമായിരുന്നു. അച്ഛൻ്റെ കാര്യങ്ങളിലൊക്കെ അച്ഛൻ ആശുപത്രിയിൽ കടന്നിട്ട് ആശുപത്രിയിൽ കടന്ന അന്ന് മുതൽ എനിക്ക് വീഡിയോ ഇടാനൊന്നും കഴിയാത്ത വിധം വന്നിട്ടുണ്ട്. അതായത് ആഴ്ചയിൽ ഞാൻ 2 ദിവസം 1 ദിവസമൊക്കെ ആയിട്ട് വീഡിയോ ഇടലുള്ളൂ. നമ്മൾ വീഡിയോ ഇട്ട് ദിവസം വീഡിയോ ഇട്ടാൽ തന്നെ അതിന് വല്ല വരുമാനം നമുക്ക് കിട്ടുള്ളൂ. അതും നല്ല വീഡിയോ നന്നായിട്ട് ഇങ്ങോട്ട് കയറി പോകണം, അതിന് വ്യൂസ് വേണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബിലത്തെ വരുമാനത്തെക്കുറിച്ചൊന്നുമല്ല കേട്ടോ. കാരണം ഞാനെന്ന് പറഞ്ഞാൽ അച്ഛന് ആശുപത്രിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളം ആയെന്നല്ലോ. അന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ 1 ദിവസമൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടൽ തുടങ്ങിയത്. അങ്ങനെ ഞാൻ വീഡിയോ ഇടൽ കുറേ ഒഴിവാക്കിക്കൊണ്ട് നിന്നു. കാരണം പറ്റ അങ്ങോട്ട് ഒഴിവാക്കാനും വയ്യ, വീഡിയോ ഇടാതെ പറ്റ നിർത്താനും വയ്യ. പറ്റ നിർത്തിയാൽ ഉള്ള വ്യൂസും പോവും, കാണുന്ന ആൾക്കാരും കുറയും. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന മാനസികാവസ്ഥയിലാവില്ല. കാരണം അത്രയും സങ്കടമാവും. അവനാൻ്റെ അച്ഛനും അമ്മക്കും വല്ലതും പറ്റുക, മക്കൾക്ക് പറ്റുക, കുടുംബത്തിന് വല്ലതും പറ്റുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത വേവലാതി തന്നെയല്ലേ. അതൊക്കെ തന്നെയാണ് കേട്ടോ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു പണി അന്വേഷിക്കുന്നുണ്ട്. പണി വേറെ ഒന്നുമല്ല,
സൂര്യമോളൊക്കെ പോയിട്ട് 10 മണിയാവും. 10 മണി പറഞ്ഞാൽ എന്തേലും കടയിലോ എന്തേലും കമ്പനിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് എന്തായാലും 9 മണിക്ക് എത്തണം, 8:30ക്ക് എത്തണം എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ വീട്ടു ജോലിയൊക്കെ വല്ലതും കിട്ടിയാൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ക്ലീനിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ അന്വേഷിച്ച് നോക്കി, അവിടെയും കിട്ടാനൊന്നുമില്ല. അങ്ങനത്തെ മക്കളെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ മനസ്സിലിങ്ങനെ കരുതി നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് അല്ല, ഓയിലുണ്ടല്ലോ കുറച്ച്, ആ ചപ്പാത്തി എണ്ണയിലിട്ട് പൊരിച്ച എന്തേക്കാര അവസ്ഥ ആണ്. അങ്ങനെ ഞാൻ കുറച്ച് ഓയിലൊക്കെ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്താണ്ട് ആ ചപ്പാത്തിക്ക് പരത്തിയത് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പൂരി ഉണ്ടല്ലോ, ഇങ്ങനല്ല പൂരി ഉണ്ടാക്കുകയെന്ന് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലേ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനത് വിചാരിച്ചേന്നേന്ന്. ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത് കുറച്ച് തോന ഓയിൽ കണ്ടപ്പോൾ ഓയിലിട്ട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ പൂരി പോലെ ഇങ്ങോട്ട് ഒരു അപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ കറി എന്ന് പറഞ്ഞൊരു മസാലക്കറി കുഞ്ഞു കുഞ്ഞു പൊള്ളകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ചായക്കടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി എന്തായാലും ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ നോക്കട്ടെ. എനിക്ക് കുറേ കമൻറ്റ് വന്നിരുന്നു തൊഴിലുറപ്പിന് പോയിക്കോളി എന്ന് പറഞ്ഞാണ്ട്. തൊഴിലുറപ്പിൻ്റെ പണി ഒരിക്കലും ഒരു ചെറുതായിട്ട് കാണണ്ട മക്കളെ, അത് നല്ലൊരു പണി തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിന് പോകണമെങ്കിൽ ഒരു 9 മണിക്കറ്റ ഇറങ്ങണം, അതും നമുക്ക് പറ്റൂല. പിന്നെ പറഞ്ഞേന്നു വീട്ടിൽ സൂര്യമോളാക്കിയാണ്ട് പോയിക്കൂടെ എന്ന്. വീട്ടിൽ ആരെടുത്ത് ആക്കിയാൽ പോണത്, ആരെങ്കിലും ഒരാൾ മക്കളെ നോക്കാനുണ്ടെങ്കിൽ അതൊരു സന്തോഷമായിരുന്നു. അല്ലാതെ നമ്മൾ വീട്ടിൽ ഓലിട്ടാണ്ട് നമ്മളെ പണി നോക്കി പോണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനൊക്കെ പറ്റിയൊരു ജോലി ഞാൻ കുറേ ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഒന്ന് വഴി തെളിഞ്ഞ് വരാതെക്കൂല അല്ലേ. അങ്ങനെ ഒരു വഴി തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അത് നടക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മളെ കറിയൊക്കെ ഇങ്ങോട്ട് തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസുമ്മേൽ കറിക്കുള്ളത് അടുപ്പത്ത് വെച്ചേന്ന്. ഉള്ളിയും കിഴങ്ങും ചെറിയ ഉള്ളി ആട്ടോ അടുപ്പത്ത് വെച്ചേന്ന്. അതിങ്ങോട്ട് വെന്തതിന് ശേഷം കുറച്ച് സോയാബീൻ ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചേന്ന്. ചുടുവെള്ളത്തിലിട്ട് വെച്ചാണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താണ്ട് ഇതാക്കണ്. ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരൊറ്റ തക്കാളി ഇട്ട് കൊടുത്താണ്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അച്ഛൻ ഞങ്ങളെ വിട്ട് പോയതിന് ശേഷം തന്നെ ഞാനൊരു 5 ദിവസം 6 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയെന്നു കേട്ടോ. അന്നന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നേന്നു, ഓളെന്തിനാ വീഡിയോ ഇടണേ, ഓൾക്ക് വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ, ഓളെന്താ ഇങ്ങനെ, ഓൾക്ക് തീരെ ഒരു കഥയല്ലേ അന്തല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട്. നമ്മളായ ആൾക്കാർക്ക് എല്ലാം ജീവിക്കണമെങ്കിൽ പൈസ വേണം മക്കളെ. പൈസ ഇല്ലാതെ ആരും ജീവിച്ച് മുന്നോട്ട് പോവില്ല. എനിക്കിതുമെന്ന് ഒരു 10 ഉറുപ്യ കിട്ടണമെങ്കിൽ എനിക്ക് വീഡിയോ ഇട്ടേ പറ്റൂ. പറയണവർക്ക് പല അഭിപ്രായങ്ങളും പറയാം. കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഒരിക്കലും 15 ദിവസം അടങ്ങി വീട്ടിലിരിക്കേണ്ട സ്ഥിതി വരില്ല. ഓലും ഇതേപോലെ ഒരു 3 ദിവസം 4 ദിവസം 5 ദിവസം കഴിഞ്ഞാണ്ട് പണിക്ക് പോകണോലാവും ഈ പറയണോലൊക്കെ. ആ ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കി നിങ്ങൾ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ പണിക്ക് പോകേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാൽ എനിക്ക് ഇവിടേക്ക് നോക്കണം, ഇവിടുത്തെ വീട് പണിക്ക് നോക്കണം. എൻ്റെ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എനിക്ക് പൈസ കിട്ടിയാൽ എൻ്റെ പൈസനോട് വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലായാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല മക്കളെ. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇടാനെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ലോങ് വീഡിയോ ഞാൻ അന്ന് ഇട്ടിട്ടേ ഇല്ലെന്ന്, ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ്ട് എന്നെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയതായിരുന്നു കേട്ടോ. എന്നിട്ട് തന്നെ എനിക്ക് ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നാവ് ഒരിക്കലും നമുക്ക് അടക്കി പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കേൾക്ക വരെ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ അതിന് മൈൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം അമ്മ പറഞ്ഞു മൈൻഡ് വെക്കണ്ട, അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ട, ഓലെ അഭിപ്രായം പറഞ്ഞ് നടന്നോട്ടെ, ഓലെ ശീലിച്ചതാണ്, അങ്ങനത്തെ ഓരോ വാക്കുകൾ പറഞ്ഞ് ശീലിച്ച് അങ്ങോട്ട് നോക്കണ്ട കേട്ടോ എന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞേന്നു കേട്ടോ. അങ്ങനെ നമ്മളെ മസാലക്കറി ഇവിടെ വെന്ത് വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിക്ക് ഞാൻ കുറച്ച് നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പൂരി ചുടലും കഴിഞ്ഞു കേട്ടോ. പൂരി എന്ന് ഞാൻ പറയട്ടോ, ചപ്പാത്തിക്ക് പരത്തി വെച്ചത് അങ്ങനെ എണ്ണയിലിട്ട് ചുട്ടു, അതും കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഇതാക്കണ മക്കളെ, നമ്മൾക്ക് ആശുപത്രി വരെ പോവേണ്ടി വന്നു. വേറൊന്നുമല്ല, വിഷ്ണുവിൻ്റെ അച്ഛന് പനിയാണ് കേട്ടോ. വയറിന് സുഖമില്ലാത്ത അവസ്ഥയൊക്കെ വന്നു, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് ഡോക്ടറെ കാട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എറിയാട് പള്ളിപ്പടി ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ആ ക്ലിനിക്കിൽ കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്.
അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇന്നലെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് പോവുക, ഡോക്ടറെ കാണിക്കാൻ പോവുക, ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര ക്ഷീണം കൂടും, അല്ലാതെ കുറയൂലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് എൻ്റെ ഒരു ഗുളിക ഉണ്ടായിരുന്നു, സൂര്യമ്മോൾക്ക് വാങ്ങിയ പനീൻ്റെ ഗുളിക ഉണ്ടായിരുന്നു. ആ പനീൻ്റെ ഗുളിക കുടിച്ചിട്ടൊന്നും കുറവില്ല. അങ്ങനെ ഞങ്ങൾ നേരിട്ട് ആശുപത്രിക്ക് വന്നിട്ട് അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. എന്നാലും ക്ഷീണം അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. ദിവസം പണിക്ക് പോണ ആൾക്കാരായാലും ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാണ്ട് ഒരാഴ്ച ആയാലും 2 ദിവസമായാലും ലീവാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ. ആ പണിക്ക് പോണ ആൾക്കാർക്ക് ഭയങ്കര ഇടങ്ങേറാവും, എനിക്കിന്ന് പണിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആലോചന ഇടങ്ങേറും, സങ്കടമാവും കേട്ടോ. കാരണം വിഷ്ണുവിൻ്റെ അച്ഛനിപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, വെട്ട് ലീവായി 2 ദിവസത്തെ വെട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് സങ്കടപ്പെടുക. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, റെസ്റ്റ് എടുക്കുക, മാറിയിട്ട് പണിക്ക് പോയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആൾക്ക് ഭയങ്കര സങ്കടം തന്നെയാണ്. ഞാൻ ആൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒന്നും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഞാൻ ഒന്നും പേരൊന്നും വിളിക്കലില്ല, ഇങ്ങോട്ട് നോക്കി നിങ്ങൾ എന്നൊക്കെയാണ് ഞാൻ വിളിക്കൽ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേട്ടാണ് ചിലപ്പോൾ കൂട്ടുകാർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വീട്ടിലെത്തിയാലാണ് കേട്ടോ. വീട്ടിലെത്തി ഇരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഗുളികയും മരുന്നൊക്കെ കുടിക്കുന്നു. കാരണം ആശുപത്രിക്ക് പോയപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ച് പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ മരുന്ന് കുടിക്കുന്നതിന് കുഴപ്പമില്ല, ഫുഡൊന്നും കഴിക്കാതെ മരുന്ന് കുടിക്കുമ്പോഴാണ് പ്രശ്നം വരിക. ഞാൻ ഫോൺ വെച്ചത് സൂര്യമോൾ കണ്ടിട്ടുണ്ട്. സൂര്യമോൾ ഉറങ്ങുന്നു കേട്ടോ, സൂര്യമോളെ കൊണ്ടുപോയിട്ടില്ലേന്ന്, ഓള് ഉറങ്ങി എണീറ്റ് അപ്പോൾ വന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നതായിരുന്നു. ഇപ്പോൾ സൂര്യമോൾ പറയും എനിക്ക് മാഗി വാങ്ങണമെന്ന്. അങ്ങനെ ഇതാ മാഗി വാങ്ങി പോന്നിട്ടുണ്ട്. ഇത് ചിക്കൻ നൂഡിൽസാണ് കേട്ടോ. അങ്ങനെ സൂര്യമോൾക്ക് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നു. ഞാൻ കയ്യും കാലൊക്കെ കഴുകിയാണ്ട് അകത്ത് കയറി ഇതാ ഓൾക്കുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വിഷ്ണുവിന് സൂര്യമോൾക്ക് ചായ കൊടുക്കാൻ വേണ്ടി ചായക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ടി വിൻ്റെ മുന്നിലിരുന്ന് അടുക്കളയ്ക്ക് ചെന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ കറി ഉണ്ടാക്കിയത് കണ്ടില്ല, കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴാണ് ആലോചിച്ചത് പടച്ചമ്പുരാനെ രാത്രിക്കുള്ള കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതിൽ വേഗം എളുപ്പത്തിലൊരു കുഞ്ഞ് കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്, വേറെ ഒന്നുമല്ല വെണ്ടയ്ക്കയും തക്കാളിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അത് എളുപ്പത്തിലായതിന് ശേഷം ഇതാക്കണം. കുറച്ച് പാത്രം ഉണ്ട് അവിടെ കഴുകാൻ, മക്കൾ ചായ കുടിച്ചതിൻ്റെ പാത്രമൊക്കെ ഉണ്ട് കഴുകാൻ. എന്തായാലും ഞാൻ അതും എളുപ്പത്തിൽ ഇങ്ങോട്ട് കഴുകി വെക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോയും വിശേഷങ്ങളും. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഇനി നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ ശരിയാവില്ല, സമയമാണ് പോണത്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പോയ ക്ലിനിക്കിൽ വല്ലാണ്ട് തിരക്കോ ആളും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ എളുപ്പം എത്താനായി. അല്ലെങ്കിൽ തിരക്കിൽ പെട്ട് നേരം വൈകിയായിരുന്നു, പണിയൊക്കെ ഒരുക്കാനും നേരം വൈകും. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോയും വിശേഷങ്ങളും. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇനി ഞാൻ ബാക്കിൻ്റെ പണികളൊക്കെ ഇങ്ങോട്ട് എടുത്ത് തീർക്കട്ടെ കേട്ടോ. ഇനി വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ല. ടാറ്റാ ബൈ.